ലോകത്തിലെ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള നേതാക്കളിൽ ഒരാളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പുടിന്റെ വാഹനവ്യൂഹത്തിലെ ഒരു കാർ പൊട്ടിത്തെറിച്ചെന്ന റിപ്പോർട്ടാണ് വരുന്നത്. റഷ്യൻ ഇന്റലിജൻസ് ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറാണ് പൊട്ടിത്തെറിച്ചത്. നേരത്തെ നിരവധി വധശ്രമങ്ങൾ പുടിന് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ റഷ്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം പുടിന് പഴുതടച്ചുള്ള സുരക്ഷയാണ് ഒരുക്കുന്നത്. പുടിൻ ഒരു പ്രദേശം സന്ദർശിക്കാൻ പോകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തും. ഈ സാഹചര്യത്തിൽ പുടിന്റെ സുരക്ഷാ വാഹനവ്യൂഹത്തിലെ ഒരു കാർ പൊട്ടിത്തെറിച്ചത് ഏറെ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. റഷ്യൻ കമ്പനിയായ ഔറസ് നിർമ്മിച്ച ഔറസ് ലിമോസിൻ കാറാണ് കത്തിയത്. കാർ കത്തുന്ന വീഡിയോ പുറത്തുവന്നു. റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FSBയുടെ ആസ്ഥാനത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറാണ് അഗ്നിക്കിരയായത്. പൊട്ടിത്തെറിയുണ്ടാകുകയും തുടർന്ന് കാർ കത്തിയമരുകയുമായിരുന്നു. കാറിന്റെ മൂല്യം $3,55,796 മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഏകദേശം 1,03 കോടി രൂപ. കാറിന്റെ എഞ്ചിൻ ഭാഗത്താണ് പൊട്ടിത്തെറിയുണ്ടായത്. പിന്നീട് കാർ കത്തിയമർന്നു. റഷ്യൻ പ്രസിഡൻഷ്യൽ പാലസിലെ പ്രസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാനേജ്മെന്റ് വകുപ്പിന്റേതാണ് കാർ. കാർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ കാരണം എന്താണെന്നോ ഈ സമയത്ത് കാറിനുള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും വ്യക്തമല്ല. സംഭവത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 72-കാരനായ പുടിൻ പലപ്പോഴും റഷ്യൻ ഓട്ടോമൊബൈൽ കമ്പനിയായ ഔറസിന്റെ കാറുകളാണ് ഉപയോഗിക്കുന്നത്. ഉത്തര കൊറിയയുടെ കിം ജോങ് ഉൻ ഉൾപ്പെടെയുള്ള വിദേശ നേതാക്കൾക്ക് പുടിൻ ഔറസ് കാറുകൾ സമ്മാനമായി നൽകിയിട്ടുണ്ട്. പുടിനെ വധിക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതും. സംഭവത്തിൽ റഷ്യൻ സർക്കാർ ഇതുവരെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. പുടിന്റെ ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു രാജ്യത്തിനെതിരെയും ആണവ ബോംബ് പ്രയോഗിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റഷ്യൻ പ്രസിഡന്റിന്റെ കൊട്ടാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉടൻ മരിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും പറഞ്ഞു. സെലൻസ്കിയുടെ പരാമർശം വലിയ വിവാദമാകുകയും ചെയ്തു. പുടിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹം ഉടൻ മരിക്കുമെന്നുമാണ് സെലൻസ്കി പറഞ്ഞത്. പുടിൻ മരിച്ചാൽ എല്ലാ യുദ്ധവും അവസാനിക്കുമെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. പുടിന് നേരെയുള്ള വധശ്രമത്തിന്റെ ഭാഗമായാണോ കാർ കത്തിയെന്നത് വ്യക്തമല്ല. അതീവ സുരക്ഷയുള്ള പുടിന്റെ വാഹനം കത്തിയത് സുരക്ഷാ വീഴ്ച തന്നെയാണ്.